തൊടുപുഴയ്ക്കടുത്ത് അധികം ആർക്കും അറിയാത്തൊരു കിട്ടിലൻ വ്യൂ പോയിന്റ് ഉണ്ട്. കൊച്ചിയിൽ നിന്ന് ഉൾപ്പെടെ എളുപ്പം ഓടിയെത്താവുന്ന ഉറവപ്പാറയിൽ അവിടെ കയറി കഴിഞ്ഞാൽ സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ അതിമനോഹരമായി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. മുൻപ് ഉറവപ്പാറ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി വിശ്വാസികൾ എത്തിയിരുന്ന സ്ഥലമാണ്. എന്നാൽ ഇന്ന് ടൂറിസം മാപ്പിൽ ഇടം പിടിക്കാൻ പോകുന്ന തരത്തിലേക്ക് ഉറവപ്പാറ ടൂറിസ്റ്റുകളുടെ പ്രധാന കേന്ദ്രമായി മാറുന്നുണ്ട്. ആ കാഴ്ചയിലേക്കാണ് ഇനി. പൊതുവെ മധ്യ കേരളത്തിൽ ഈ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ കുറച്ചു നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം തിരഞ്ഞെടുക്കുക ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈ റേഞ്ച് മേഖല തന്നെയായിരിക്കും ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക, മൂന്നാർ, വാഗമൺ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. എന്നാൽ തൊടുപുഴയ്ക്കടുത്ത് വിനോദസഞ്ചാരികൾക്ക് ഇപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരിടമായി മാറുന്ന സ്ഥലമുണ്ട്, ഉറവപ്പാറ. അങ്ങോട്ടേക്ക് എത്തിയാൽ വിദൂര കാഴ്ചകളുടെ ഭംഗി ആസ്വദിക്കാം, ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം, പ്രേക്ഷകർക്കും അതിൻ്റെ അനുഭവം കാണിച്ചു തരികയും ചെയ്യാം. തൊടുപുഴയിൽ നിന്ന് മുട്ടം റൂട്ടിൽ ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിയുമ്പോൾ ഒളമറ്റം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് ഉറവപ്പാറയിലേക്ക് കയറി പോകുന്നത്. ഒളമറ്റത്ത് നിന്ന് പോകുമ്പോൾ ഒരു അല്പം സാഹസികത നിറഞ്ഞ വഴിയിലൂടെയൊക്കെ വേണം പോകാൻ. അങ്ങനെ പാറകളൊക്കെ ചാടി 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 നമ്മൾ ഉറവപ്പാറയുടെ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തി നമ്മൾ ചുമ്മാ ഏത് സൈഡിലേക്ക് നോക്കിയാലും എന്ത് രസമുള്ള കാഴ്ചയാണെന്ന് അറിയാം. നല്ല ശുദ്ധമായി ശ്വസിക്കാൻ പറ്റിയ ഒരിടം, നല്ല ചെറിയ കാറ്റൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് മൊത്തത്തിലൊന്ന് കറങ്ങി കാണാം. വളരെ അടുത്ത കാലത്താണ് ഉറവപ്പാറ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറുന്നത്. അതിനു മുമ്പ് വരെ ഇവിടുത്തെ ക്ഷേത്രമാണ് ഈ സ്ഥലത്തേക്ക് ആളുകളെ എത്തിച്ചിരുന്നത്, അത് ഭക്തരായിരുന്നു. പിന്നീട് ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ കൂടുതൽ സജീവമായി. അതിനുശേഷം റീൽസിലൂടെ കണ്ട ആളുകൾ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. ഇപ്പോൾ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അത് ശനി ഞായർ ദിവസങ്ങളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇവിടെ റിസോർട്ട്, ഹോം സ്റ്റേ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഫെസിലിറ്റീസ് കൂടി ഒരു ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള ആളുകളുടെ വരവും കൂടുതലാണ്. ആദ്യം നമ്മുടെ ഉറവപ്പാറ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജനങ്ങളെല്ലാം ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇവിടെ കോളനിയിലേക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് റോഡ് വരികയും അതിനുശേഷം ഞാനൊരു ചെറിയൊരു പ്രസ്ഥാനം തുടങ്ങുകയും ചെയ്തു. അത്യാവശ്യം അതിൻ്റെ വീഡിയോ ഒക്കെ കുറേ പോപ്പുലറായിട്ടുണ്ട്. അതുവഴി ഈ പാറയിലും നല്ല ജനങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നല്ല കാറ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് ഇവിടെ വന്ന് വൈകുന്നേരം ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളിലൂടെയുണ്ട്. മുൻപ് ഇങ്ങോട്ടേക്ക് ആളുകൾക്ക് വരാൻ ഒരു തടസ്സമായിട്ട് നിന്നിരുന്നത് ഇവിടെ എത്തിപ്പെടാനുള്ള വഴിയായിരുന്നു. എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി ആ വഴി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ചെങ്കുത്തായ കയറ്റമാണ്. പക്ഷേ ഇതുപോലൊരു വ്യൂ പോയിന്റിലേക്ക് എത്തുമ്പോൾ ചെങ്കുത്തായ കയറ്റമൊക്കെ കയറി ഒരു അഡ്വഞ്ചർ ട്രിപ്പ് അങ്ങനെ വേണമല്ലോ വരാൻ. അത് ആസ്വദിച്ച് എന്തായാലും സഞ്ചാരികൾ ഇഷ്ടംപോലെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമ്പലത്തിന് എതിർവശത്തുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെയാണ് ഈ സൂര്യാസ്തമയമൊക്കെ കൂടുതൽ ആസ്വദിക്കാൻ കഴിയുക. വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തുന്ന സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ ചെമ്മാനം തന്നെയാണ്. സൂര്യാസ്തമയത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച ഈ ഉറവപ്പാറ മലമുകളിൽ നിന്ന് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മനസ്സിന് നൽകുന്ന ഒരു കുളിർമ, അത് വേറെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സഞ്ചാരികളെ വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര അറിയപ്പെടാത്തൊരു സ്ഥലം കൂടുതൽ അറിയപ്പെടുമ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ മനോഹരമായിട്ടുള്ള അനുഭവം കൂടി സമ്മാനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളുടെ ഫ്രണ്ട് ഇതുപോലെ ബസ്സിൽ പോയപ്പം ഇവിടുത്തെ ഒരു വ്യൂ കണ്ടിരുന്നു. അപ്പം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങിയതാണ്. നല്ല ഒരു വ്യൂ ഉണ്ട്. മുകളിൽ വന്നപ്പോഴാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു അമ്പലമുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. വ്യൂ അത്യാവശ്യം നല്ലതാണ്.
അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കരിങ്കൽ താഴ്വാരം ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ രണ്ട് കാഴ്ചകളാണ് നമുക്ക് പ്രധാനമായിട്ടും കാണാനുള്ളത്. ഒന്നാമത്തേത് ദാ ഈ കാണുന്ന വറ്റാക്കുളമാണ്. ഭീമൻ്റെ കാൽ പതിഞ്ഞുണ്ടായ കുളം എന്നാണ് ഒരു ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ഈ കുളത്തിൻ്റെ പേര് ഭീമപാദ തീർത്ഥക്കുളം എന്നാണ്. രണ്ടാമത്തെ കാഴ്ച ദേ കാണുന്ന 3 കല്ലുകൾ കണ്ടോ, അതാണ് പാണ്ഡവർ ഭക്ഷണം പാകം ചെയ്തിരുന്ന അടുപ്പ് എന്നൊക്കെ പറയപ്പെടുന്നു. എന്തായാലും ഈ 2 കാഴ്ചകളാണ് അമ്പലത്തിന് തൊട്ട് ചേർന്ന് ഉള്ളത്. ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവവും ഇവിടുത്തെ ആചാരവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്ഥലത്തിന്, ഈ പാറയ്ക്ക് ഉറവപ്പാറ എന്ന പേര് വരാൻ കാരണം. ഈ പൂയനാളും ഇവിടുത്തെ പ്രധാന ഉത്സവവും വെളുത്തവാവും കൂടെ ഒന്നിച്ചു വരുന്ന പ്രത്യേക സുദിനങ്ങളിൽ ക്ഷേത്രത്തിൽ പ്രഭാത അഭിഷേക സമയത്ത് ഈ മലയുടെ അടിവാരത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഏതാനും നിമിഷം നേരത്തേക്ക് തീർത്ഥം വരുന്ന ഒരു ഇതുണ്ട്. എന്തായാലും ഉറവപ്പാറയിൽ എത്തിക്കഴിഞ്ഞാൽ കാഴ്ചകൾ അത്ര കണ്ട് ആസ്വദിച്ച് തന്നെ മടങ്ങാം, ഒരു നഷ്ടവും ഉണ്ടാവില്ല. തൊടുപുഴയ്ക്കടുത്തുള്ള ഉറവപ്പാറയിലേക്ക് എല്ലാവർക്കും ധൈര്യമായി തന്നെ വണ്ടി കയറാം. അതീഷിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.